ഇവിടെ വന്നു. ഓക്കെ, അറിയാം നമുക്കിനി. ജസ്റ്റ് ഇനി ഹൊറൈസൺ സെറ്റ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് അല്ലേ, സീന് ബാക്ക്ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം ബ്ലാക്ക് മാറ്റിയിട്ട് ഹൊറൈസൺ സെറ്റ് ചെയ്തു. ഈ പാർട്ട് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർട്ട് എനിക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ ഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൈഡ് ആയിരിക്കും. ഓക്കെ, തിരിച്ച് അങ്ങനെ അൺഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് അൺഹൈഡ് ആയിട്ട് വരും. ഓക്കെ, ഇവിടെ വ്യൂ പോയിന്റ് വ്യൂവിനകത്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടോ, അല്ല ഐറ്റം ടൂൾസിനകത്ത് ഫോക്കസ് ഓൺ ഐറ്റം. ഓക്കെ, ആ ഒരു ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യാനാണ്, ഫോക്കസ് ഓൺ ഐറ്റം. സൂം ചെയ്യാൻ വേണ്ടിയിട്ട് സൂം ഉണ്ടാവും. ഓക്കെ, then ഈ ഒരെണ്ണം പിക്ക് ചെയ്യുക, ഐറ്റം ടൂൾസ് ഹൈഡ്, അതിനകത്തും ഹൈഡുണ്ട്, ഹൈഡ് ഐറ്റം. ഓക്കെ, ഞാൻ ഹൈഡ് റിക്വയർ എന്ന് പറഞ്ഞാൽ ലോക്കാണ്. ഓക്കെ, നമുക്ക് ഇതിന് ഫർദർ മോഡിഫിക്കേഷൻ ഒന്നും പറ്റില്ല. മൂവ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ജിസ്മോ വരും, അത് ഇങ്ങനെ മൂവ് ചെയ്ത് മാറ്റി വയ്ക്കാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, ദെൻ വീണ്ടും ഓക്കെ ഐറ്റം ടൂള്. ഓക്കെ, ഐറ്റം ടൂള് റൊട്ടേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് പോകും. ഓക്കെ, ഉണ്ടാവും. സ്കെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്കെയിലാകും. ഓക്കെ, റീസെറ്റ് ട്രാൻസ്ഫോം കൊടുത്തു കഴിഞ്ഞാൽ പഴയ പൊസിഷനിൽ വന്നത് ഇരിക്കും. ഈ പില്ലറിനെ സെലക്ട് ചെയ്തിട്ട് ഈ പില്ലറിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ദെൻ ഓവർ റൈഡ് കളർ എടുത്തിട്ട് വേണ്ടുന്ന കളർ സെലക്ട് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കളറിലത് മാറും. ഓക്കെ, ഇനി ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്ഫോം കൊടുത്തു കഴിഞ്ഞാൽ വേറെ പൊസിഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു കോർഡിനേറ്റ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ കോർഡിനേറ്റ് വാല്യൂയിലേക്ക് അത് മാറും. കമ്പയർ അവിടെ അത് പോയി. ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ഓവർ റൈഡ് ട്രാൻസ്ഫോം. വേണ്ടുന്ന പൊസിഷൻ കൊടുത്താൽ മതി. എക്സ് ഒരു 10 20 സെഡ് ഞാൻ കൊടുക്കുന്നില്ല. അപ്പം എക്സ് 10 വൈ 20 എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് വാല്യൂവിലേക്ക് ഇവൻ ഈ പില്ലർ വന്നിട്ടുണ്ട്. സമയം എങ്ങോട്ടോ മാറി. ഓക്കെ, അപ്പോൾ ഇത് തിരിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്തെടുക്കും? റൈറ്റ് ക്ലിക്ക്, ദെൻ ഓവർ റൈഡ് ഐറ്റം, റീസെറ്റ് ട്രാൻസ്ഫർ. റീസെറ്റ് ട്രാൻസ്ഫർ.
ഒട്ടും പില്ലർ ഇല്ലല്ലോ, പില്ലർ എവിടെയോ ആ പില്ലർ പോയിട്ടുണ്ട്. ആ പറഞ്ഞ കോർഡിനേറ്റ് വാല്യൂയിലേക്ക് പില്ലർ കാണുന്നില്ല. പിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, റൈറ്റ് ക്ലിക്ക്, ഓവർ റൈഡ് ഐറ്റം, ട്രാൻസ്ഫർ. ലൊക്കേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എക്സിൽ ഒരു 10 കൊടുക്കാം. അപ്പം അതിൻ്റെ എക്സ് ആക്സിസിൽ അത് വേറെ എവിടെയോ ഇത് പോയിട്ടുണ്ടോ. എന്താണ് ഐറ്റം? ബിൽഡിംഗ് ആണോ ഇത്? ഇത്ര ചെറുതായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആ പില്ലർ അവിടെ ഇല്ല. ആ പില്ലർ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് എക്സ് എന്ന് പറഞ്ഞ ആക്സിസിലേക്ക് അത് 10 mm മാറിയാണ് അത് നിൽക്കുന്നത്. കാണാൻ പറ്റും. 21 എന്താണെന്ന് അറിയില്ല. ഈ വർഷനിലായിരിക്കും ഒരു പക്ഷേ കാണാൻ പറ്റാത്തത്. വേറെ വർഷം നോക്കിക്കഴിഞ്ഞാൽ ആ പൊസിഷനിൽ അത് മാറി നിൽക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ തിരിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് എടുക്കണം, റീസെറ്റ് ട്രാൻസ്ഫോം കൊടുത്താൽ മതി. ഇപ്പം ആ ബോഡിയെ കാണുന്നില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് റീസെറ്റ് എടുത്തിട്ട് റീസെറ്റ് ട്രാൻസ്ഫോം കൊടുത്താൽ മതി. അവിടെ അത് വരും. സെലക്ട് ഓപ്ഷൻ എടുക്കുക, ക്ലിക്ക് ചെയ്യുക, റീസെറ്റ് ട്രാൻസ്ഫോം. റീസെറ്റ് ട്രാൻസ്ഫോം എന്തില്ലല്ലോ. ഓക്കെ, വന്നോളും കേട്ടോ. ഈ വെർഷൻ്റെ കുഴപ്പമായിരിക്കും. ഈ വർഷമൊക്കെ ഒരു 21 ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഈ മെഷർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ മെഷർ ചെയ്യുക? ജസ്റ്റ് റിവ്യൂവിനകത്ത് വരിക. ഓക്കെ, മെഷർ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ടാവും. ഓക്കെ, മെഷർ എടുത്തു കഴിഞ്ഞാൽ പോയിന്റ് ടു പോയിന്റ്. ഓക്കെ, ഈ വെർട്ടെക്സ് പോയിന്റ് ഞാൻ പിക്ക് ചെയ്തു, എന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് പിക്ക് ചെയ്തു. അപ്പോൾ ഈ 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഈ പോയിന്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഈ പോയിന്റ് ഉണ്ടാവും, ഡിസ്റ്റൻസ് ഇങ്ങനെ കാണിക്കും. സോ പോയിന്റ് ടു പോയിന്റ് ഡിസ്റ്റൻസ് ഇങ്ങനെ കാണിക്കും. വെർട്ടെക്സ് പോയിന്റ് നമ്മൾ 2 പോയിന്റ് പിക്ക് ചെയ്താൽ മതി. ആ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പോയിന്റ് ടു പോയിന്റ് ഓപ്ഷൻ. ഓക്കെ, മെഷർ. അടുത്തുകൊണ്ട് പോയിന്റ് ടു മൾട്ടിപ്പിൾ പോയിന്റ് ഓപ്ഷൻ. ഞാൻ ഇതേ വെർട്ടെക്സ് പോയിന്റ് പിക്ക് ചെയ്തു, ഇവിടെ ഞാൻ പിക്ക് ചെയ്തു, പിന്നെ അടുത്ത പോയിന്റ് ഞാൻ ഇവിടെ പോയി പിക്ക് ചെയ്തു, നെക്സ്റ്റ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വേറൊരു പോയിന്റ് പിക്ക് ചെയ്തു. എന്താ സംഭവം? അതായത് ഞാൻ ആദ്യം പിക്ക് ചെയ്യുന്ന പോയിന്റ് മാറത്തില്ല. ഓക്കെ, പോയിന്റ് ടു മൾട്ടിപ്പിൾ പോയിന്റ് എന്ന് പറയും.
ഫസ്റ്റ് ഞാൻ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ കോൺസ്റ്റന്റ് പൊസിഷനിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത്, അത് മാറില്ല. പിന്നെ എനിക്ക് മെഷർമെന്റ് വേണ്ടുന്നത് എവിടെയാണോ അങ്ങോട്ടേക്ക് ഞാൻ ജസ്റ്റ് മൗസ് പോയിന്റ് പിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അങ്ങോട്ടേക്ക് ഇങ്ങനെ മെഷർമെന്റ് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മൾ പിക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അടുത്ത പോയിന്റ് ലൈന് ഞാൻ വെർട്ടെക്സ് പോയിന്റ് പിക്ക് ചെയ്തു, ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദെൻ നെക്സ്റ്റ് പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതെന്താ സംഭവം? എന്താ സംഭവം? അതെന്താ പോയിന്റ് ലൈന്, അതായത് ഇവിടുന്ന് ഒരു ഇവിടം വരെ ഉണ്ട്, ഈ പോയിന്റ് ഞാൻ ഇവിടം വരെ ലൈൻ മെഷർ ചെയ്തു, അപ്പോൾ 0.011 മീറ്റർ ആണ്. അടുത്ത പോയിന്റ് പിക്ക് ചെയ്തു, ഓക്കെ, അടുത്ത പോയിന്റ് പിക്ക് ചെയ്തു, ഓക്കെ. ഓരോ പോയിന്റ് ഞാൻ ഇങ്ങനെ പിക്ക് ചെയ്യുമ്പോഴും മെഷർമെന്റ് ഇങ്ങനെ ആഡായിക്കൊണ്ടിരിക്കും, പ്രീവിയസ് മെഷർമെന്റിനോട് കൂടി ഇങ്ങനെ ആഡായി വരുന്നത്, മനസ്സിലായോ? ഓക്കെ, ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് ഇതിനോട് ആഡാകും, ഓക്കെ, അതിനോട് അടുത്ത ലെങ്ത് ആഡാവും, അതിനോട് അടുത്തത് ആഡാവും, ഇങ്ങനെ ആഡായി ടോട്ടൽ ആയിരിക്കും വരുന്നത്, സം ആയിരിക്കും വരുന്നത്, ടോട്ടൽ ആയിരിക്കും ഡിസ്റ്റൻസ് ആണ് നമുക്ക് മെഷർ ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അടുത്ത മെഷറിനകത്ത് പോയി കഴിഞ്ഞാൽ അക്യുമുലേറ്റ് എന്ന് പറയും. അപ്പോൾ അക്യുമുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ, നെക്സ്റ്റ് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ, ഓക്കെ, നെക്സ്റ്റ് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ. അക്യുമുലേറ്റ് എന്താ സംഭവം? ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് അടുത്ത ലെങ്ത് ഡയമെൻഷനോടാണാവും, അടുത്ത ഇതിനോട് ഈ ഡയമെൻഷനാണാവും, അങ്ങനെ പോകുന്നത്. കണ്ടിന്യൂസ് അല്ല, സ്റ്റാർട്ടും എൻഡും നമുക്ക് മാറിക്കൊണ്ടിരിക്കും, പക്ഷെ ആഡായിക്കൊണ്ടിരിക്കും മെഷർ. അക്യുമുലേറ്റ്. ആംഗിൾ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണ്ടി ഇവിടുന്ന് ഇങ്ങനെ 2 ലൈന് ഞാനിങ്ങനെ പിക്ക് ചെയ്ത് കാണിക്കുന്നു, ആംഗിൾ കിട്ടും. ഓക്കെ, ഏരിയ ആണെങ്കിലോ ഏരിയ ഇങ്ങനെ, ദെൻ എന്തെങ്കിലും എഴുതണം, ഓക്കെ, എഴുതി കാണിക്കാം. ഡ്രോ, ഓക്കെ, എലിപ്സ് വരയ്ക്കാൻ, ഫ്രീ ഹാൻഡ് ആയിട്ട് എന്തെങ്കിലും വരയ്ക്കാം, ഓക്കെ, ലൈൻ വരയ്ക്കാം, ലൈൻ സ്ട്രിങ്സ്, കണ്ടിന്യൂസ്, പോളിലൈൻ ഓപ്ഷൻ, ആരോ, ഇറേസ്, ഈ റേസ് കമ്പാർട്ടിന് എങ്ങനെ വെളി വരുമെന്ന് ഇവിടെ ഒന്ന് സെലക്ഷൻ കൊടുക്കും. ഓക്കെ, ദെൻ കളർ, ലൈൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, നമുക്ക് കൊടുത്തില്ല ലൈൻ്റെ കളർ തിക്നെസ്സിലൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത് കേട്ടോ. ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യാനൊന്നുമില്ല. ഇതൊക്കെ പാൻ ചെയ്യാൻ, സൂം ചെയ്യാൻ, ഓർബിറ്റ് ചെയ്യാൻ, ലുക്ക് അറൗണ്ട്, വോക്ക്, ഇതൊക്കെ അറിയാമല്ലോ റെവിറ്റിനകത്തുള്ള ഐറ്റമാണ്. ഓക്കെ, റിയലിസം എന്താണ്? റിയലിസ്റ്റിക് മോഡിലിടുന്നത് ഫുൾ ലൈറ്റ്, ഓക്കെ, സീൻ ലൈറ്റ്, ഹെഡ് ലൈറ്റ്, നോ ലൈറ്റ്, ഓക്കെ. മോഡ് അറിയാമല്ലോ, ഫുൾ റെൻഡർ, ഷെയ്ഡഡ്, വയർ ഫ്രെയിം, ഹിഡൻ ലൈറ്റ്.
ഇനേബിൾ സെക്ഷനിങ്. സെക്ഷൻ എന്നിട്ട് കറണ്ട് പ്ലെയിൻ 1, കറണ്ട് പ്ലെയിൻ 2 ഇങ്ങനെയും കൂടെ കട്ടാക്കാം. അലൈൻമെൻറ്റ് എങ്ങനെയാണ്? ടോപ്പ് ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും ഇനേബിൾ സെക്ഷന്. ഓക്കെ, ഫിറ്റ് സെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഗിസ്മോ വരും. എന്താ സെക്ഷൻ എടുക്കാം. ടോപ്പ് വെച്ചിട്ട് നോക്ക്, അടുത്ത പ്ലെയിൻ വെച്ചിട്ട് നോക്ക്, എന്നിട്ട് ഫിറ്റ് സെക്ഷൻ കൊടുക്കും, ഒരു പ്ലെയിൻ വരും. കണ്ടാവും ഇതിപ്പോൾ ഒരു ഗിസ്മോ വരും. ആ ഗിസ്മോയിൽ പിടിച്ചിങ്ങനെ മാറ്റിയാൽ മതി. ഇവിടെ ഫ്രണ്ട് അലൈൻമെൻറ്റ് മാറ്റിയിട്ട് ബാക്കോ ലെഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓറിയൻ്റ് ആവും ഈ അലൈൻമെൻറ്റ്. ഇങ്ങനെ എനേബിൾ സെക്ഷനിങ് ഓഫ് ആക്കിയാൽ മതി കേട്ടോ, സെക്ഷനിങ് കേട്ടോ. ഓക്കെ, പിന്നെ വേറെ റിവ്യൂ ഓക്കെ, ഇത്രയാണ് സാധാരണ ടൂൾസുകളുള്ളത്. ഇനി നമുക്ക് ആനിമേഷൻ ക്രിയേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഐറ്റംസ് ആണ്. ഇനി എന്താണ്? ഓക്കെ, ഇനി എങ്ങനെ ക്ലാഷ് ഡിറ്റക്ട് ചെയ്യും? എങ്ങനെ ക്ലാഷ് ഡിറ്റക്ട് ചെയ്യും? ഇപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. ക്ലാഷ് എങ്ങനെ ക്ലാഷ് ഡിറ്റക്ട് ചെയ്യുമെന്ന് കാണിക്കാൻ പോവാം. ഓക്കെ, ക്ലാഷ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മളെങ്ങനെ ക്ലാഷ് ഡിറ്റക്ട് ചെയ്യുന്നത്? നമുക്ക് ഒന്നില്ലെങ്കിൽ കൂടുതൽ കോമ്പൗണ്ട് വേണ്ട, 2 തന്നെ. ആ ഒരു ആർക്ക് ഫയൽ, ഒരു സ്ട്രക്ചർ ഫയൽ, അല്ലെങ്കിൽ ഒരു ആർക്ക് ഫയൽ, ഒരു മെഗ്നറ്റിക് ഫയൽ, അല്ലെങ്കിൽ 3 ഫയലും കൂടെ നമ്മൾ ക്ലാഷ് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ അതെങ്ങനെ ക്ലാഷ് നമ്മൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കാൻ പോവാണ്. സോ അതിന് ഇതല്ല എടുക്കേണ്ടത്. ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഞാൻ ജസ്റ്റ് വ്യൂ എടുത്തിട്ട് കൊടുക്കുക, അപ്പൻഡ് കൊടുക്കുക. ഓക്കെ, അപ്പൻഡ് കൊടുത്തിട്ട് ക്ലാഷ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫയൽ എടുക്കുക. ഓക്കെ, ക്വാണ്ടിഫിക്കേഷനും അല്ല, സാമ്പിൾ ഫയൽ ഓപ്പൺ ചെയ്ത് വാച്ചിറ്റി ലോഗോ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. ഓക്കെ, ആർക്ക് ഫയലുണ്ട്, MEP ഫയലുണ്ട്, ആർക്ക് ഫയല്, MEP ഫയല്, സ്ട്രക്ചർ ഫയല്. ഓക്കെ, ഓപ്പൺ കൊടുക്കുക. അപ്പം അത് ഓപ്പണായി വന്നു. ക്ലാഷ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലാഷ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, ആ ക്ലാഷ് ഡിറ്റക്റ്റീവിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സംഭവം ഇവിടെ വരും. ഓക്കെ, എന്താണ്? ക്ലാഷ് ഡിറ്റക്റ്റീവ് പാനൽ ഓപ്പൺ ആകും. ഓക്കെ, അത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇവിടെ? എന്താണ് സ്റ്റാൻഡേർഡ് എന്നും പറഞ്ഞിട്ട് ഇവിടെ എന്താ കുറേ ഒരു എയും ബിയും 2 കോളമായിരിക്കും ഇവിടെ കാണുന്നത്. ഓക്കെ, അതിനകത്ത് പോയി നമ്മൾ സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് സ്റ്റാൻഡേർഡ് എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? സ്റ്റാൻഡേർഡ് എന്താണെന്ന് ഞാൻ പറയാം. കുറേ പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാകും, അത് ഞാൻ പറയാം. ഇതിനുമുമ്പ് ഞാനിത് ഓപ്പൺ ചെയ്തു. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞാൽ ഫോം ടൈം ലൈനർ അനിമേഷൻ പ്രോപ്പർട്ടീസ് ഇവിടെ എനേബിൾ ആക്കുക. വേറൊരു സംഭവമാണ് ക്വിക്ക് പ്രോപ്പർട്ടീസ്. സെലക്ഷൻ ട്രീ. ഓക്കെ, സെലക്ഷൻ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സെലക്ഷൻ ട്രീ വന്നല്ലേ? ഈ സെലക്ഷൻ ട്രീക്കകത്ത് പോയി കഴിഞ്ഞാൽ ആർക്കിടെക്ചർ ഫയലിൻ്റെ ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോറ് ഉണ്ടോ? ഇങ്ങനെ വരും, കണ്ടോ? സെലക്ഷൻ ട്രീ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ സെലക്ഷൻ ട്രീ ഇപ്പം കിടക്കുന്ന രീതി എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് രീതിയിലാണ് കിടക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, നീ ആർക്കിടെക്ചർ ഫയൽ എടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ടെംപ്ലേറ്റ്, ദെൻ സെക്കൻഡ് ഫ്ലോറിൻ്റെത്, ദെൻ തേർഡിൻ്റെത്, ദെൻ എന്താണ് മെസനൈസ്, ബേസ്മെൻറ്റ് 2, ദെൻ 8 റൂഫ്, 7th ഫ്ലോർ, 3rd ഫ്ലോർ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും ഇല്ലേ? ഇതിനകത്ത് കോമ്പാക്റ്റ് ആക്കി കഴിഞ്ഞാലോ?
ജസ്റ്റ് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ്, ഇത്രയേ ഉള്ളൂ കോമ്പാക്റ്റിനകത്ത്. സ്റ്റാൻഡേർഡ് ഇട്ട് നോക്കിക്ക്, അതിൻ്റെ അകത്ത് പോയി ഫസ്റ്റ് ഫ്ലോറിൻ്റെ വീണ്ടും സംഭവങ്ങൾ ഓപ്പൺ ആക്കാം. ഫസ്റ്റ് ഫ്ലോറിലെ സോളിഡ് എന്നും പറഞ്ഞിട്ട് കിടക്കുന്ന ഐറ്റമാണ് ഈ ഹൈലൈറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഹൈലൈറ്റ് ആവുന്നുണ്ടോ? ഓക്കെ, പ്ലാസ റൗണ്ട്, അതിൻ്റെ അകത്ത് സോളിഡ് റീജിയൻ ആണ്. ഇവിടെ ഒരു ബ്ലൂ കളർ ഹൈലൈറ്റ് ആയി കണ്ടോ? ഓക്കെ, ഉണ്ടോ? ഓക്കെ, സോ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് സെലക്ഷൻ ട്രീ നമുക്ക് മാനേജ് ചെയ്യും. സ്റ്റാൻഡേർഡിലിടാം, കോമ്പാക്റ്റിലിടാം, പ്രോപ്പർട്ടീസിലിടാം. പ്രോപ്പർട്ടി ബേസിൽ ഐറ്റം, നെയിം, ഓക്കെ, ക്രിയേറ്റർ, ഇതിൻ്റെ ബേസ് നമുക്ക് പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ബേസ് ലെവലിൽ ഉണ്ടാവും, ഓരോന്നിൻ്റെ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, പ്രോപ്പർട്ടീസിൻ്റെ ബേസിൽ. ഓക്കെ, സ്റ്റാൻഡേർഡ് ട്രീ നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഞാനിതൊന്ന് പിക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ കാണിക്കുന്നതാണ്. പ്രോപ്പർട്ടീസ് ഇവിടെ കാണിക്കും. അപ്പം നമുക്കിനി എക്സ്ട്രാ പ്രോപ്പർട്ടീസ് ഇതിനകത്ത് ആഡാക്കണം. എങ്ങനെയാണ് അത് എക്സ്ട്രാ പ്രോപ്പർട്ടീസ്? ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ ഐറ്റം, എലമെൻറ്റ്, ടൈം ലൈനർ, എലമെൻറ്റ് ഐ ഡി. ഓക്കെ, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ആഡ് ന്യൂ യൂസർ ഡാറ്റ ടാഗ് കൊടുക്കുക. അപ്പോൾ ഇവിടെ പുതിയൊരു യൂസർ ഡാറ്റ ആഡായി. അതിനിവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ ആഡ്, എങ്ങനെ ആഡ് ചെയ്യും? യൂസർ ഡാറ്റയ്ക്ക് പുതിയത് ഇൻസേർട്ട് ന്യൂ പ്രോപ്പർട്ടി. സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം എൻ്റർ പ്രോപ്പർട്ടി വാല്യൂ ഇത് ആഡ് ചെയ്യാൻ പറ്റും. പ്രോപ്പർട്ടി വാല്യൂ ഇൻറ്റിജർ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, 1. ഓക്കെ, അടുത്തത് ഇൻസേർട്ട് ന്യൂ ബൂളിയൻ, എസ് ഓർ നോ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സംതിങ് എന്താണോ നമുക്ക് വേണ്ടത്, ആഡഡ് ഓർ നോട്ട് എന്തെങ്കിലും കൊടുക്കുക ബൂളിയൻ. അപ്പം ആഡഡ് ഓർ സബ്ട്രാക്ട് ആണെന്നുണ്ടെങ്കിൽ എസ് ഓർ നോ കാണിക്കും. ഓക്കെ, ദെൻ ഇൻസേർട്ട് ഫ്ലോട്ട്. ഓക്കെ, അത് ഇതുപോലെ നമ്പേഴ്സ് ആയിട്ട് മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ നമ്പേഴ്സ് 2.2 എന്ന രീതിയിലായിട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ ഇൻറ്റിജർ. എന്തെങ്കിലും റിയൽ നമ്പറായിട്ട് നമുക്കിങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വരത്തില്ല, കണ്ടോ? ഓക്കെ, സോ അത് ഇൻറ്റിജറായിട്ട് മാത്രമേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതേപോലെ എക്സ്ട്രാ നമുക്ക് വേണ്ടുന്ന പ്രോപ്പർട്ടീസ് നമുക്കതിന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി ഞാൻ ഇത് വേണ്ട, ഞാൻ തൽക്കാലത്തേക്ക് ഇത് ഒഴിവാക്കുകയാണ്. ഞാനിപ്പം ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് വേറെ കുറച്ച് സംഭവങ്ങളെ കാണിക്കട്ടെ. ഞാൻ പ്രോപ്പർട്ടീസ് രണ്ടും പറഞ്ഞു. പ്രോപ്പർട്ടീസിന് ലിങ്കും കൂടെ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ക്ലാസ് ഗേറ്റ് ഹൗസ് എടുത്തു. ഇതെടുത്തു. അതിന് മുമ്പ് ലിങ്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എന്നിട്ടാണ് ലിങ്ക് ആഡ് ചെയ്യുന്നത്. എന്തിനാണ് ലിങ്ക് ആഡ് ചെയ്യുന്നത്? ലിങ്ക് എന്ന് കേട്ടിട്ടുണ്ട്. ലിങ്ക് എന്ന് പറഞ്ഞാൽ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ ചെയ്ത വർക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കും. ഓക്കെ, ചിലപ്പോൾ അവർക്കത് ആ വർക്കിലുള്ള എല്ലാ കോമ്പോണൻസും അവർക്ക് അറിയണമെന്നില്ല. ഓക്കെ, അതെന്താണെന്ന് അറിയത്തില്ല, അതിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്നൊന്നും അറിയത്തൊന്നുമില്ല. അപ്പം അതിന് നിങ്ങളൊരു ഇമേജായിട്ടോ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ബുക്ക് മാർക്ക് ലിങ്കായിട്ടോ നിങ്ങളതിനെ ആഡാക്കും. ഓക്കെ, അയച്ചു കൊടുത്ത ആൾക്ക് കാണാൻ പറ്റുമോ? ഓക്കെ, അതാണ് ലിങ്ക് ആക്കുക എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനായിട്ട് ഞാൻ ഗൂഗിളിൽ വന്നിട്ട് ഞാൻ പില്ലർ
ഞാൻ ഈ പില്ലർ ഇത് പില്ലറാണ് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് സേവ് ഇമേജ് പില്ലർ ഓക്കെ. JPG അല്ല അല്ലേ ഫയല്? ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ലിങ്ക് ആഡ് ലിങ്ക്. ഓക്കെ, എന്നിട്ട് പോയിട്ട് നെയിം പില്ലർ പേര് കൊടുക്കും. ഓക്കെ, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് എവിടെയാണ് നമ്മുടെ ഇത് കിടക്കുന്നത് അതിനെ ആഡാക്കുക. എവിടെയാണ് പോയത് എപ്പോഴാണ് ഇമേജ് എവിടെ സേവ് ആയിരിക്കുന്നത്? ഓൾ ഓപ്പൺ. ഓക്കെ, അതിന് ആഡായി ഇല്ലേ? ജസ്റ്റ് ഇതിൽ പിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ലിങ്ക് എടുക്കുക, പില്ലറിൽ കൊടുക്കുക. ഓക്കെ, ഫയർഫോക്സ് ഓക്കെ കൊടുക്കുക. ഫയർഫോക്സിൽ പോയി അതിൻ്റെ പടം ഓപ്പൺ ആയി വരും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ലിങ്കും കൊടുക്കാം, ഇമേജ് ആയിട്ട് നിങ്ങൾക്ക് അതിന് കൊടുക്കുകയും ചെയ്യും. ഗൂഗിൾ മറ്റേ ബുക്ക് മാർക്ക് ലിങ്ക് ഇല്ലേ, അതാണ് ലിങ്ക് ആഡ് ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. നെറ്റ് ഓഫ് ആക്കുക. വേറെന്താണോ? അത്രയാണ് സംഭവം. ഞാൻ ക്ലാസ്സിലോട്ട് വരാം. ക്ലാസ്സിലോട്ട് വന്നാൽ ജസ്റ്റ് അപ്പൻഡ് കൊടുക്കുക, 3 ഫയൽ ഓപ്പൺ ആക്കുക. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ആർക്ക് ഫയല്, MET ഫയല്, ആർക്ക് MET സ്ട്രക്ചർ ഓപ്പൺ. ഓക്കെ, ഇത് ഓപ്പൺ ആക്കി നമ്മുടെ ഫയൽ ഇവിടെ വന്നു. ഓക്കെ, ഈ ഫയലിനകത്ത് നമ്മൾ ക്ലാഷ് ഉണ്ടോ എന്നുള്ള അറിയണം. സോ ക്ലാഷ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ ക്ലാഷ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാഷ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ എടുത്തു. അപ്പോൾ നമുക്ക് എന്താണ്, ഇങ്ങനെ ഒരു ക്ലാസ് ഡിറ്റക്റ്റീവ് പാനൽ ഓപ്പൺ ആയി വന്നു. ആ പാനലിനകത്ത് നോക്കുമ്പോൾ എന്താണ്, സ്റ്റാൻഡേർഡ് സെക്ഷൻ സെക്ഷൻ ബി എന്നും പറഞ്ഞിട്ട് 2 കോളം കാണാം, സംതിങ് പിന്നെ കുറേ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുക്കണം, എങ്കിൽ ഈ പാനൽ നമുക്ക് ആക്റ്റീവായിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്, അപ്പോൾ ടെസ്റ്റ് ആഡ് ചെയ്യണം. സോ ഞാൻ ആഡ് ടെസ്റ്റ് കൊടുത്തിട്ട് ടെസ്റ്റ് 1 എന്ന് പേര് കൊടുത്തു. ഓക്കെ, അപ്പോൾ കണ്ട പാനൽ ആക്റ്റീവ് ആയത് കണ്ടോ? ഓക്കെ, അപ്പോൾ നോക്കി ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ക്ലാഷ് ടെസ്റ്റ് ചെയ്യുന്നത്? സെക്ഷൻ എയും ഉണ്ട്, സെക്ഷൻ ബിയും ഉണ്ട്. ഓക്കെ, അതായത് സെക്ഷൻ എ എന്ന് പറയുന്നതിലെ കോമ്പോണൻറ്റ് ക്ലാഷ് എങ്ങനെ ആകുന്നത്? 2 കോമ്പോണൻ്റ് അല്ലേ ആവുന്നത്? ഓക്കെ, അതിലൊരു കോമ്പോണൻ്റ് ആണ് സെക്ഷൻ എയിൽ പെടുന്ന ആൾ. ഓക്കെ, അടുത്ത ആൾ ക്ലാഷ് ഉണ്ടാക്കുന്ന ആളെന്താണ്? സെക്ഷൻ ബിയിൽ പെടുന്ന ആളാണ്. ഓക്കെ, അങ്ങനെ ഈ 2 കോമ്പോണൻസും വെച്ചിട്ടാണ് നമ്മൾ ക്ലാഷ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 സെക്ഷൻസ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഈ ആർക്കിടെക്ചർ ഫയലിനകത്ത് ഏതൊക്കെ കോമ്പോണൻസ് തമ്മിലാണ് സെക്ഷൻ ബിയിലെ ഏത് കോമ്പോണൻറ്റുമായിട്ട് ക്ലാഷ് മേക്ക് ചെയ്യുന്നുണ്ടോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാനിപ്പം ഈ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ എടുത്തു. ഫസ്റ്റ് ഫ്ലോറിൽ ക്ലാഷ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് നോക്കും? ഇത് ഇൻറ്റീരിയർ സെൻറ്റർ ഗ്ലേസ്ഡ് അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണുന്നുണ്ടല്ലേ. അപ്പോൾ എനിക്ക് ഏതൊക്കെയാണെന്ന് നമ്മളല്ലല്ലോ ഇത് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് നമുക്കറിയത്തുമില്ല. സോ ഫസ്റ്റ് ഫ്ലോറ്
ഫസ്റ്റ് ഫ്ലോറിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. മെയിൻ ഫ്ലോറ് സോളിഡ് റീജിയൻ ഇങ്ങനെയാണല്ലേ, ടൈൽ ഓൺ കോൺക്രീറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ മെയിൻ ഫ്ലോർ അത് ഫ്ലോറാണല്ലോ. പ്ലാസ സറൗണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് റീജിയനാണ്? സ്ക്രീൻ പാനൽ. ഇന്റീരിയർ 1 ഇത് MEP ഫസ്റ്റ് ഫ്ലോറിലെ ഫയലുമായിട്ട് ക്ലാഷ് ആകുന്നുണ്ടോ എന്ന് ഞാൻ ജസ്റ്റ് ചുമ്മാ സെലക്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നു. ഇതിലൊരു ഫയലും ഇതിലൊരു ഫയലും ചുമ്മാ ഞാൻ കൊടുത്തിട്ട് ഞാൻ ഓക്കെ റണ്ണ് കൊടുക്കും. അപ്പോൾ നോക്കി ഇവിടെ ഫ്ലാഷ് വന്നു കണ്ടോ, അതിവിടെ ഫ്ലാഷായി. എത്ര എണ്ണം കൊണ്ട്? ഒരു ഫ്ലാഷ്. ഓക്കെ, ഒരു ഫ്ലാഷ് ഇത് ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഇത് ഫ്ലാഷ് തന്നെയാണോ? ഇത് ഫ്ലാഷ് ആണോ? എനിക്ക് എന്താ ഫ്ലാഷ് പറ. എന്തായിരിക്കാം, അതെങ്ങനെയാണ് ഫ്ലാഷ് ആയത്? ഇപ്പൊ എന്തൊക്കെ നമ്മൾ ഫ്ലാഷ് കൊടുത്തത്? ഉണ്ടോ? പറയടാ, ഇതെങ്ങനെ ക്ലാസ് ആയെന്ന്. മനുഷ്യന് അത്രയേറെ സുഖമാകും. എടാ ഈ ഡോർ, ഇത് ഡോറല്ലേ ഇത് അല്ലേ? ഇതെന്താ സംഭവം? എടാ ഇത് രണ്ട് മെറ്റീരിയൽ ഇവിടെ കൂടിയിരിക്കുന്നതാണോ? ഇതൊരു വാളേതാണ്ടോ, ഇത് ഡോറാ. ഓക്കെ, ഇത് വേറെ അതിൻ്റെ മുകളിലിരിക്കുന്ന വേറെ രണ്ടും കൂടെ ഇതുണ്ട് ഇവിടെ കയറിയിരിക്കുന്നതുണ്ടോ? രണ്ടും കൂടെ ഒരേ പൊസിഷനിൽ വന്നിരിക്കുക കണ്ടോ? പിന്നെ ഈ ഒരു ബീമിൻ്റെ നേരിട്ട് ഇങ്ങോട്ടേക്ക് വേറൊരു ബീം എൻ്റർ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അതും ക്ലാഷാണ്. ഒന്നിന്റെ പുറത്താണ് ഇതിരിക്കുന്നത് സംഭവം. ഓക്കെ, ഉണ്ടോ? ഇവിടെ ഇതൊരു ഫ്ലാഷ് തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു ബീം ഇങ്ങോട്ട് ഇൻ്റർ അയക്കുന്നുണ്ടോ? ഈ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയിരിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഇല്ല, ഇവിടെ കണ്ട് നിൽക്കണ്ടായി. ഇവിടെ ഒരു വോൾ ഉണ്ടെങ്കിൽ അവിടെ കണ്ട് നിൽക്കണം. അത് ഇങ്ങോട്ടേക്ക് കയറി വരരുത്. ഉണ്ടോ? ഇവിടെ കണ്ടത് നിന്ന് പോയി. അതൊക്കെ ഫ്ലാഷ് അല്ലേ? ഓക്കെ, അപ്പം ഇത് രണ്ട് മെറ്റീരിയൽ ആകാം, അല്ലെങ്കിൽ രണ്ട് കോമ്പോണൻ്റ് ആകാം. ഓക്കെ, അതുകൊണ്ടാണ് അത് ക്ലാഷ് എന്ന്. എന്താണോ ഇതോ? ഇത് MEP അല്ല, ഇത് നാവിസ് വർക്ക്. സ്ഥലത്തുള്ളതാണോ? അത് ഇതിനെ കൊണ്ടത് ഇത് ഒരു ബിൽഡിങ്ങിന്റെ ആണോ? ഇത് ഏതോ ഇതിനകത്ത് ആർക്കും സ്ട്രക്ചർ MEP ഫയലും ഇതിനകത്തുള്ളതാണ്. ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ളതാ. അതിന്റെ ക്ലാഷ് അതുകൊണ്ട് MEP കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നാവിസ് ഉണ്ടാവും. ലീവായിരുന്നു. ഓക്കെ, വീണ്ടും അടുത്ത ടെസ്റ്റ് കൊടുക്കുക. എങ്ങനെ കൊടുക്കുക അടുത്ത ടെസ്റ്റ്? ഓക്കെ, നമ്മളൊരു ക്ലാഷ് കണ്ടുപിടിച്ചു. അപ്പം അത് തമ്മിൽ ഒരു ക്ലാഷേ ഉള്ളൂ. ആഡ് ടെസ്റ്റ് വീണ്ടും. ഓക്കെ, ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തത് ആർക്ക് അല്ലെങ്കിൽ സ്ട്രക്ചർ ഫയൽ വല്ലതും ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് ഫ്ലോറ് അതിലേതെങ്കിലും MEP ഫയൽ, ഫസ്റ്റ് ഫ്ലോറിലെ MEP ഫയലോ ആയിട്ട് വല്ലതും ആകുന്നുണ്ടോ? ഇത്രയും ക്ലാഷസ് ഉണ്ട്. ക്ലാഷ് 1 എവിടെയാണ്? ക്ലാഷ് 1
ഉണ്ടോ? എന്താ സംഭവം? കണ്ടോ? ആ എയർ ടെർമിനല് ആ ബീമിലായിരിക്കുന്നത്. കണ്ടോ? ഉണ്ടോ? ബീമിൽ അതൊരു കോളമാണ് അല്ലേ? ആ കോളവും ഈ എയർ ടെർമിനലും തമ്മിൽ ഫ്ലാഷ് ആയത് കണ്ടോ? ഓക്കെ, അടുത്ത ഫ്ലാഷ് എന്തായിരിക്കും ഇവിടെ ഫ്ലാഷ് ആയത്? അതേ ബീമും ഈ പറയുന്ന ഇതെന്തോ സീലിംഗ് എന്തോ എന്തെന്താണെന്ന് അങ്ങനെ അറിയുന്നു. ഡിസ്റ്റൻസ് ഈ സ്ഥലത്ത് ഇത് ക്ലാഷ് ആകുന്നുണ്ട് അല്ലേ? എന്തായിരിക്കും റീസൺ? ആക്ച്വലി ഈ ബീം ഇങ്ങോട്ട് വരണമല്ലോ, വേണ്ടേടാ? വേണ്ടേ? ഈ ബീം ഇങ്ങനെ ഈ പറയുന്ന ലെവലിലൂടെ പോകണം, വേണം. പക്ഷെ എന്തായിരിക്കും, ഈ ബീമിന് ഇവിടെ ആവശ്യമുള്ള ബീമല്ല. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്? ഇത് ഇവിടെ വരേണ്ട ബീം ആയിരിക്കില്ല. അതുകൊണ്ടായിരിക്കും ഈ ബീമിന്റെ പ്രോപ്പർട്ടി വേറെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇത് ക്ലാഷ് ആയിട്ട് കാണിച്ചത്. നെക്സ്റ്റ് ക്ലാഷ് നോക്കുക, ഉണ്ടോ? അതും അതുപോലെ തന്നെ രണ്ടും രണ്ട് മെറ്റീരിയൽസ് ആയിരിക്കാം. ഉണ്ടോ? രണ്ട് മെറ്റീരിയൽ, എന്നാലും അലൂമിനിയം ആയിരിക്കാം. നമ്മളെ ബീം വെച്ചിട്ടല്ലല്ലോടാ ചെയ്തത്, നമ്മൾ MEP ഫയൽ വെച്ചിട്ടല്ലേ. എന്താ അത് അങ്ങനെ ബീമിന് കാണിക്കുന്നത്? നമ്മളെങ്ങനെയാ ക്ലാസ് ചെയ്തത്? അല്ല, ഞാൻ വേറെന്തോ ഇത് നോക്കിയാണ് ചെയ്തതല്ലേ. ഇത് ഏതൊക്കെ തമ്മിലാണ് ഫ്ലാഷ് കൊടുത്തത് നമ്മൾ? സ്ട്രക്ചറും MEPയിലെ ഫസ്റ്റ് ഫ്ലോറും. ഇത് സീലിംഗാണ്. സീലിങ്ങിലേക്ക് വന്നത് മുട്ടിയത് ആ ബീം കണ്ടോ? ഓക്കെ, അതാണ് സംഭവം. അടുത്തത് സീലിങ്ങിലേക്കാണ് വന്നത് മുട്ടുന്നത് കണ്ടോ? ഇതെല്ലാം അങ്ങനെ വന്നേക്കുന്നത് കണ്ടോ? ഇതിവിടെ ഇരിക്കേണ്ട സംഭവമല്ല. എന്തോ ടെർമിനൽ പോലെ എന്തോ ഒരു ഐറ്റമാണ്. എന്താ ഇത്? എയർ ടെർമിനൽ അല്ലല്ലോടാ ഇത്. ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹബ്ബാ ഇത്. അതെവിടെയാ ഇരിക്കുന്നത് നോക്കിയേ. ഈ ഒരു ലെവലിൽ ആ ഒരു ഫ്ലോറിൽ വന്നിരിക്കുക. അടുത്തത് അതും അടുത്ത വേറെ ഏതുമായിട്ട് ക്ലാഷ് ആവുന്നുണ്ട്. എവിടെയോ ഉണ്ട്, പച്ചക്കറിൽ കാണിക്കുക എവിടെയെങ്കിലും. അങ്ങനെ 91 ക്ലാഷസ് അതിനകത്തുണ്ട് കേട്ടോ. ഉണ്ടോ? ഇതും ഇത് വേറെ എന്തോ ആയിട്ട് ഇതുമായിട്ട് അതിവിടെ കറക്റ്റായിട്ട് പൊസിഷൻ ആയിട്ടില്ല. അതുകൊണ്ടാണ് ക്ലാഷ് കാണിക്കുന്നത്. അങ്ങനെ ഓരോന്നും. ഇതെന്തായിരിക്കും? ഇത് രണ്ടും രണ്ട് മെറ്റീരിയലായിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പർ പൊസിഷനിൽ അല്ല. അതുകൊണ്ടാണ് ഫ്ലാഷ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെല്ലാം ഫ്ലാഷ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ? കണ്ടോ? ഇത് ഫ്ലാഷ് അല്ലേ? ഇതിങ്ങനെ വരാവോ? കണ്ടോ? ഇതൊരു ഡോറാ, വിൻഡോയോ അങ്ങനെ എന്തോ സെറ്റപ്പാ. അതിൻ്റെ നടുക്കൂടെ ബീം പോയി. ഓക്കെ, ഇങ്ങനെ ഈ ബീം വരരുതല്ലോ. ഫ്ലാഷ് ഇങ്ങനെ കണ്ടുപിടിക്കുക.
ഇനിയുണ്ട് സംഭവം കേട്ടോ ക്ലാഷിൻ്റെ. നിങ്ങൾ ജസ്റ്റ് ക്ലാഷ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കി. ഈ ക്ലാഷിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. മറ്റേ തീരത്തില്ല.